ശബരിമലയിൽ ഭക്തജനത്തിരക്ക് തുടരുന്നു. ഇന്നലെ 18-ാം പടി ചവിട്ടിയത് 1 ലക്ഷത്തിലധികം ഭക്തരാണ്. അവധി ദിവസമായതിനാൽ ഇന്നും തീർത്ഥാടകരുടെ എണ്ണം വർദ്ധിക്കാനാണ് സാധ്യത. ദർശനത്തിന് കാത്തു നിൽക്കുന്നവരുടെ നിര നീലിമല വരെ നീണ്ടു. വിവരങ്ങളുമായി സന്നിധാനത്ത് നിന്ന് കിരൺ കുമാർ ചേരുന്നു. കിരൺ, സന്നിധാനത്ത് വലിയ രീതിയിൽ ഇന്ന് അവധി ദിവസമായതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ഭക്തർ ഒഴുകിയെത്തുന്നു എന്ന വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത്. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം മുതൽ തന്നെ വലിയ രീതിയിൽ ഭക്തർ സന്നിധാനത്തേക്ക് എത്തുന്നു എന്ന വിവരങ്ങൾ കിരൺ തന്നെ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്താണ്? വിനീഷ, ഇന്നലെ സന്ധ്യയോടുകൂടി ആരംഭിച്ച ഭക്തജന തിരക്ക് അത് ഇപ്പോഴും ശബരിമലയിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. ഇന്ന് പുലർച്ചെ മുതൽ തന്നെ നീണ്ട കുറെ മണിക്കൂറുകൾ ക്യൂ നിന്നതിന് ശേഷം മാത്രമാണ് ഭക്തർക്ക് ശബരിമലയിൽ അയ്യപ്പ ദർശനം സാധ്യമാകുന്നുള്ളൂ. മണിക്കൂറുകൾ നീണ്ട ക്യൂ തന്നെയാണുള്ളത്. ഈ ക്യൂ നേരത്തെ നീണ്ട് നീലിമല വരെ എത്തുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി. ഏതായാലും ശബരിമലയിലേക്ക് എത്തുന്ന അയ്യപ്പന്മാരെ പോലീസ് അവരുടെ ക്യൂവിലേക്ക് നിയന്ത്രണത്തിലേക്ക് കയറ്റുന്നത് ശബരി പീഠം മുതലാണ്. എന്നാൽ ഈ ക്യൂ നീലിമല വരെ നീളുന്ന ഒരു സാഹചര്യം തന്നെയുണ്ട്. ഈ നിലയ്ക്കൽ നിന്ന് പമ്പയിലേക്ക് കയറി വരുന്ന വാഹനങ്ങൾ വരെ ഇപ്പോൾ തടഞ്ഞു വെക്കുന്ന ഒരു സാഹചര്യം. അതായത് നിയന്ത്രണത്തിന്റെ ഭാഗമായിട്ട് ഇവയെ വാഹനങ്ങളും നിയന്ത്രിച്ച് മാത്രം പമ്പയിലേക്ക് വിടുന്ന തരത്തിലുള്ള ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. ഏതായാലും വളരെ വലിയ തരത്തിലുള്ള തന്നെ ക്യൂ ആണ് ശബരിമലയിൽ നേരിടുന്നത്. ഇന്നലെ തന്നെ 1 ലക്ഷത്തിലധികം അയ്യപ്പന്മാരാണ് 18-ാം പടി ചവിട്ടി അയ്യപ്പ ദർശനം നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നത്. ഇന്നും 1 ലക്ഷത്തിലധികം അയ്യപ്പ ഭക്തർ എത്തും എന്നുള്ളൊരു കണക്ക് തന്നെയാണ് വ്യക്തമാകുന്നത്. അതായത് ഇന്ന് രാവിലെ വരെയുള്ള കണക്ക് നോക്കിയാൽ രാവിലെ മുതൽ തന്നെ ഈ അല്പസമയം മുമ്പ് വരെ ശബരിമലയിലേക്ക് 18-ാം പടി ചവിട്ടിയെത്തിയ അയ്യപ്പന്മാരുടെ കണക്കെടുത്ത് നോക്കിയാൽ അത് 40,000-ലേക്ക് എത്തുന്നു എന്നുള്ളതാണ്. ഇനിയും ദർശന സമയം തുടരും. രാത്രി വരെയുള്ള കണക്കെടുത്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ അത് 1 ലക്ഷം കടക്കും എന്നുള്ളൊരു കാര്യം ഏതായാലും വ്യക്തമായിട്ടുണ്ട്. പ്രധാനമായിട്ടും ഈ പമ്പയിൽ നിന്ന് വരുന്ന അയ്യപ്പന്മാർക്ക് പുറമെ തന്നെ പുല്ലുമേട് വഴി വരുന്ന അയ്യപ്പന്മാർ കൂടിയുണ്ട്. ഇത് സന്നിധാനത്തേക്ക് എത്തുന്നത് തന്നെയാണ് ഈ ഭക്തജന തിരക്ക് കൂടാനായിട്ട് ഏറെ ഒരു കാരണമായിട്ട് ഇപ്പോൾ പോലീസ് ചൂണ്ടിക്കാണിക്കുന്നത്. ഈ കാനനപാത വഴി പുല്ലുമേടിൽ നിന്ന് വരുന്നത് ഏകദേശം 5000-ൽ-അധികം ഭക്തന്മാർ എത്തുന്നുണ്ട്. ഇന്നലെ തന്നെ 5800 പേരാണ് ഇത്തരത്തിൽ ഭക്തന്മാര് കാനനപാത വഴി എത്തിയത്. ഇത് ഇന്നും ഇത്തരത്തിൽ തന്നെ ഇവരുടെ എണ്ണം വർദ്ധിക്കും എന്നുള്ളൊരു പ്രതീക്ഷ തന്നെയാണ് പോലീസിനുള്ളത്. അതുകൊണ്ട് തന്നെ സന്നിധാനത്ത് നിലവിൽ ഉൾക്കൊള്ളാൻ കഴിയുന്നതിലധികം അയ്യപ്പന്മാരെ ഉൾക്കൊള്ളേണ്ടി വരുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് ഈ പുലർച്ചെ കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ ചില ഭക്തരോട് ചോദിച്ചിരുന്നപ്പോൾ അവർ പറഞ്ഞു രാവിലെ എത്തിയതാണ്, വൈകുന്നേരം രാത്രിയോടുകൂടിയാണ് അയ്യനെ കാണാൻ സാധിച്ചത് എന്ന് സംബന്ധിച്ചിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. അതുപോലെ തന്നെ നടപ്പന്തലിൽ ക്യൂ ക്രമീകരണം ശരിയല്ല എന്ന തരത്തിൽ കിരൺ തന്നെ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഇപ്പോഴത്തെ നടപ്പന്തലിലെ ഒരു സാഹചര്യം എന്താണ്? അവരെ ഈ ഭക്തരെ നടപ്പന്തലിൽ ക്യൂ ആയി നിൽക്കുന്ന ഭക്തരെ കടത്തിവിടാനുള്ള ഒരു ശ്രമം പോലീസിന്റെ ഭാഗത്തുനിന്ന് ഇപ്പോഴും ഉണ്ടാകുന്നുണ്ടോ? വിനീഷ്, നിലവിൽ ഇപ്പോൾ ഈ തിരക്ക് നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായിട്ട് 2 രീതിയിൽ ഭക്തരെ കയറ്റിവിടുകയാണ്. അതായത് ഫ്ലൈ ഓവർ വഴി ഭക്തരെ കയറ്റിവിടുന്നുണ്ട്. 18-ാം പടി ചവിട്ടി ഉടനെ ഫ്ലൈ ഓവർ വഴി കയറ്റിവിടുന്നു. ഒപ്പം തന്നെ വലത്തോട്ട് തിരിച്ച് നേരെ ക്യൂവിലേക്കും കയറ്റിവിടുന്നുണ്ട്. ഇങ്ങനെയാണ് ഒരു തിരക്ക് നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ ഒരു പോലീസ് സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. പൂർണ്ണമായി തന്നെ ഇപ്പോൾ ഫ്ലൈ ഓവറിലൂടെ ഭക്തരെ കയറ്റിവിടുന്നത് നിർത്തി എന്ന് തന്നെ പറയേണ്ട ഒരു സാഹചര്യമാണ്. അതായത് പകരം നേരെ വലത്തോട്ട് തിരിഞ്ഞുകൊണ്ട് 18-ാം പടിയിൽ നിന്ന് വലത്തോട്ട് തിരിഞ്ഞ് ക്യൂവിലേക്ക് ഡയറക്റ്റ് കയറി പോകാനുള്ള ഒരു സംവിധാനമാണ് നിലവിൽ ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത്. ഇത് തിരക്ക് നിയന്ത്രിക്കുന്നതിന്, അതായത് ഉടനെ തന്നെ ഭക്തരെ ദർശനം നടത്തി പുറത്തേക്ക് ഇറക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ക്രമീകരണമാണ് ഇപ്പോൾ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത്. ഇന്നലെയും ഈ സമാനമായ രീതിയിൽ തിരക്ക് നിയന്ത്രിക്കുന്നതിന് വേണ്ടി ഭക്തരുടെ ദർശനത്തിനുള്ള സമയം പെട്ടെന്ന് അത് ആക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം നടത്തിയിരുന്നു. എന്നിരുന്നാൽ പോലും പിന്നീട് ഭക്തജന തിരക്ക് കൂടുന്ന ഒരു സാഹചര്യം തന്നെയാണ്. ഇപ്പോൾ മണിക്കൂറിൽ 5000 ഭക്തന്മാർ എന്നൊരു കണക്കിലാണ് 18-ാം പടി ചവിട്ടി വരുന്നത്. ഏതായാലും പരമാവധി ഭക്തരെ 18-ാം പടി ചവിട്ടി അയ്യപ്പ ദർശനം നടത്തി ഉടനെ തന്നെ പമ്പയിലേക്ക് തിരികെ ഇറക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ് പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാവുന്നത്. ഏതായാലും ക്രമാതീതമായ തിരക്ക് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവരാനുള്ള ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ടോ? പ്രത്യേകിച്ച് നിലയ്ക്കൽ മുതൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നാൽ ഇത്തരത്തിൽ ഭക്തർ അനുഭവിക്കുന്ന ഒരു കഷ്ടതയ്ക്ക് പരിഹാരം കണ്ടെത്താൻ സാധിച്ചേക്കുമെന്ന ഒരു വിലയിരുത്തലും ഉണ്ടാകുന്നുണ്ടല്ലോ.
ബിനീഷ്, ഇപ്പോഴുള്ള ഒരു നിയന്ത്രണം ഇത് പമ്പയിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് കടന്നു വരാൻ. ഒപ്പം ഈ നിലക്കൽ നിന്ന് എത്തുന്ന വാഹനങ്ങൾ ഇത് പല സ്ഥലങ്ങളിലായിട്ട് പിടിച്ചിട്ട് കൊണ്ടുള്ള ഒരു നിയന്ത്രണമാണ് ഏർപ്പെടുന്നത്. നേരത്തെ കഴിഞ്ഞ തവണ ഇത്തരം ഒരു സമാനമായ ഒരു തിരക്കുണ്ടായിരുന്ന സമയത്ത് ഈ ബസ്സുകൾ പല സ്ഥലങ്ങളിലായിട്ട് പിടിച്ചിട്ടിരുന്നു. ആ സമയത്ത് കോടതിയുടെ ഇടപെടൽ ഉണ്ടാവുകയും അയ്യപ്പന്മാർക്ക് പ്രാഥമികമായ സൗകര്യങ്ങൾ, ഭക്ഷണവും ടോയ്ലറ്റ് സൗകര്യങ്ങൾ അടക്കം ലഭിക്കുന്ന സ്ഥലങ്ങളിൽ മാത്രം ശബരിമലയിൽ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളാണ് കിരൺ നൽകിക്കൊണ്ടിരിക്കുന്നത്. കിരൺ, നിലവിലെ സാഹചര്യത്തിൽ നിയന്ത്രണ വിധേയമായ തരത്തിലാണോ ഈ തിരക്ക് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്? വിനീഷ്, ഈ നിയന്ത്രണം തുടരുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ ഭക്തന്മാരെ പല സ്ഥലങ്ങളിലായിട്ട് തടയുക എന്നുള്ളൊരു കാര്യമാണ് ഇപ്പോൾ പ്രായോഗികമായിട്ട് പോലീസ് ചെയ്തു വരുന്നത്. അതായത് നിലക്കലിൽ നിന്ന് പമ്പയിലേക്കുള്ള വഴി പല സ്ഥലങ്ങളിലായിട്ട് വാഹനം തടയുന്നുണ്ട്. പമ്പയിൽ അല്പസമയം പിടിച്ചു നിർത്തുന്നുണ്ട്. അതിനുശേഷം കടന്നു കഴിഞ്ഞാൽ കൂടുതലുമായിട്ട് ശബരിപീഠം മുതലാണ് പോലീസിന്റെ നിയന്ത്രണം വരുന്നത്. പിന്നീട് ശബരിപീഠത്തിൽ നിന്ന് ഘട്ടം ഘട്ടമായിട്ടാണ് അയ്യപ്പന്മാരെ കയറ്റിവിടുന്നത്. മരക്കൂട്ടത്തിലെത്തുമ്പോൾ ക്യൂ കോംപ്ലക്സിലും മണിക്കൂറുകളോളം അയ്യപ്പന്മാരെ തടഞ്ഞു നിർത്തേണ്ടി വരുന്നുണ്ട്. ഇങ്ങനെയാണ് ശബരിമലയിൽ ഇത് സന്നിധാനത്തേക്കുള്ള ഈ തിരക്ക് നിയന്ത്രിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ശ്രമം നടക്കുന്നത്. ഈ ക്യൂ കോംപ്ലക്സിൽ തടഞ്ഞു വെക്കുന്നതിനെതിരെയാണ് സൂചിപ്പിച്ചതുപോലെ തന്നെ ശബരിമലയിൽ ശക്തമായ വൻതോതിലുള്ള അയ്യപ്പ ഭക്തരുടെ തിരക്കാണ് അനുഭവപ്പെടുന്നത്. നിയന്ത്രണങ്ങൾ പോലീസ് ഏർപ്പെടുത്തുന്നുണ്ട്. ചില സ്ഥലങ്ങളിൽ ഭക്തരുടെ വാഹനങ്ങൾ തടഞ്ഞാണ് നിയന്ത്രണം ഏർപ്പെടുത്തുന്നത്. ചില സ്ഥലങ്ങളിൽ നടപ്പന്തലിലും ഇത്തരത്തിൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഫ്ലൈ ഓവർ വഴിയുള്ള ഇപ്പോഴത്തെ സഞ്ചാരം തൽക്കാലത്തേക്ക് പോലീസ് നിർത്തിയിരിക്കുകയാണ്. ഇത്തരത്തിലുള്ള വിവരങ്ങളാണ് ശബരിമലയിൽ നിന്ന് കിരൺ നൽകിയത്.